അപ്പോൾ അത് ആശങ്ക ക്ലിയറായി കിട്ടും. അല്ല, അതെ അതെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ സൈഡിൽ നിന്ന്. ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചുകൊണ്ടു. ആശങ്ക നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാറ്റി അത് പോലീസ് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് അവർ തെളിയിച്ചു തരും. എങ്ങനെ വന്നു എന്നുള്ളത് തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്നലെ വേദനിക്കപ്പെടുന്ന 2-3 വാർത്തകളാണ് നമുക്ക് കേൾക്കാനിടയായത്. നമുക്കറിയാം, പാലക്കാട് സ്വദേശിയായ ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയെന്ന് പറഞ്ഞ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. കാരണം ആ കുട്ടി വിനോദയാത്രയ്ക്കിടെ കാണാതായതും എല്ലാം നമ്മൾ വാർത്ത കൊടുത്തതാണ്. അപ്പൊ അതിനെ കണ്ടു കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഞാനും ഇരുന്നത്. പക്ഷെ അതിന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞെട്ടിപ്പോയി. അപ്പം ഈ 14-15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. എന്റെ മോക്കും ഏറെക്കുറെ അതിനോടടുത്തൊക്കെ പ്രായമാണ്. അപ്പൊ എനിക്കത് ഇന്നലെ രാത്രി മുഴുവൻ എന്റെ മനസ്സിൽ അതൊരു പ്രയാസമായിട്ട് കിടക്കായിരുന്നു. അതേ തുടർന്നാണ് നമ്മുടെ ഇന്നലെ പാലക്കാട് വെച്ച് ബസിന്റെ ജാക്കി തന്നെ മാറി ഒരു യുവാവ് മരണപ്പെട്ട ഒരു വാർത്ത കേട്ടത്. അതും വളരെ സങ്കടം തോന്നി. അതോടൊപ്പം തന്നെ വൈകിട്ട് ആ മഴ പെയ്ത സമയത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ കുളിച്ചോണ്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ ഇടിമിന്നലേറ്റ്. ഇപ്പൊ ഈ 3 വാർത്തയും കേട്ട് ഇന്നലെ ആകെപ്പാടെ ഒരു ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ നമ്മുടെ ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വെളി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് തലക്കേറ്റ ഗുരുതരമായ മുറിവാണ് മരണകാരണമെന്ന് പറയുന്നു. അത് 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. അപ്പം ബന്ധുക്കള് ഒരുപാട് ദുരൂഹതകള് അവിടെ ആരോപിച്ചായിരുന്നു. കാരണം കുട്ടിയെ ഇവരുടെ ഇടയിൽ 40 പേരടങ്ങുന്ന ഒരു സംഘത്തിന്റെ ഇടയിൽ, നമ്മളൊക്കെ ആണെങ്കിലും വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട്, അത് പെൺകുട്ടികളാകുമ്പോൾ ഒരു കൂട്ടുകാർ കൂടി മാത്രമേ നടക്കാറുള്ളൂ. അപ്പൊ ആ കുട്ടി ഇന്നലെ മരണത്തിന് തൊട്ടു മുമ്പ് ആ സൈഡിൽ കൂടെ ഒക്കെ നടന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോഴത്തേന് പിന്നെയും മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമായി പോയി. നമുക്കൊന്ന് കാണാം. ഹലോ, കണ്ടല്ലോ, അത് കൂട്ടുകാരിയോടൊപ്പം തന്നെ ആ പരിസരത്ത് മുഴുവൻ സന്തോഷം. ഒരു ടൂർ പോകാനൊക്കെ പറഞ്ഞാൽ വളരെയേറെ സന്തോഷത്തോടെയല്ല കുടുംബങ്ങളെല്ലാം പോയത്. അവിടെ വെച്ച് ഈ കുട്ടിയെ കാണാതായപ്പോഴത്തേന് എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ എനിക്ക് പെട്ടെന്ന് വന്നു. കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് മാറിപ്പോയി നടക്കുമ്പോഴത്തേന് ഈ കുട്ടിയെ കാണാതായ വിവരങ്ങള് ബന്ധുക്കളൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ അവരും ഒരുപാട് സംശയങ്ങൾ പറഞ്ഞപ്പം അതുപോലെ തന്നെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടായി. കാരണം ഈ കുട്ടിയെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഈ അന്യസംസ്ഥാനക്കാരുണ്ട്, അതുപോലെ ലഹരി വിൽപ്പനക്കാരുണ്ട്, അതുപോലെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഈ ടൂറ് നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അങ്ങനെ ആരുടെയെങ്കിലും കൈ കുട്ടി പെട്ടുപോയിട്ടുണ്ടോ, അങ്ങനെ ഒരു സംശയം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. എന്റെ കണക്കൂട്ടിൽ മുഴുവൻ ആ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നായിരുന്നു. പക്ഷെ വൈകിട്ട് ഇവർ പറയുന്നത് ആ മൃതദേഹം കിടന്ന സ്ഥലവും ആ കുട്ടി മിസ്സായ സ്ഥലവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബന്ധുക്കൾ കൂടുതൽ ദുരൂഹത ആരോപിച്ചത്. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ശരിക്കും അതിൻ്റെ അകത്ത് നിർണായകമായ തെളിവായിട്ട് വന്നിരിക്കുന്നത്. ദേഹത്ത് ഒരുപാട് മുറിവുകളുണ്ട്, അതുകൂടാതെ തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ്. അപ്പം വീഴ്ചയിലുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് പറയുന്നത്. ആ കുട്ടി എങ്ങനെയെങ്കിലും കാല് വഴുതി വീണ് മരണപ്പെട്ടതെന്നാണ് കരുതുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂര് ചിക്കമംഗ്ലൂർ ബാബ ബുധൻഗിരി വ്യൂ പോയിന്റ് ആണിത്. ഇതിന് സമീപത്തുള്ള ഒരു കൊക്കയിലേക്കാണ് കുട്ടി വീണത്. ഏകദേശം 1500 അടി താഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത്. 4 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കനത്ത മഞ്ഞും അഗാധമായ താഴ്ചയും തെരച്ചിലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കൊക്കയുടെ ആഴങ്ങളിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനന്ദ അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീണതാണോ അതോ മറ്റെന്തെങ്കിലും അപകടമാണോ എന്നും പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മൃതദേഹം നാട്ടിലെത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.
പാലക്കാട് കടമ്പഴിപ്പുറം കല്ലുപറമ്പ് സ്വദേശിയായ രമേശ് ഗോപാലന്റെ മകളാണ് ശ്രീനന്ദ. കഴിഞ്ഞ ആഴ്ചയിലാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 40 പേരടങ്ങുന്ന സംഘം ബുധൻഗിരി വ്യൂ പോയിന്റിലെത്തിയത്. ഇതിനിടയ്ക്ക് ലഹരി സംഘം ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു സംശയവും ബന്ധുക്കൾ പ്രകടിപ്പിച്ചായിരുന്നു. അഗാധമായ കൊക്ക തന്നെയാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. കാലി വഴുതി വീണതാകാനാണ് സാധ്യത എന്നാണ് ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുനിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. കൂടാതെ മൃതദേഹം കണ്ടെത്തിയപ്പോഴത്തേന് മൃതദേഹത്തിന് ഈ 4 ദിവസം കിടന്ന ഒരു കാഴ്ചപ്പാട് മൃതദേഹത്തിൽ കണ്ടില്ല. അതും ബന്ധുക്കൾക്കൊരു സംശയത്തിന് ഇട കൊടുത്തായിരുന്നു. ഹലോ ഹലോ ഹലോ. അപ്പം അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഈ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്രിമിനൽ പരമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആൾക്കാർക്ക് അപകടം പറ്റുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഇതിനു മുമ്പ് നമ്മുടെ പുതുപ്പള്ളിയിലൊക്കെ നിങ്ങൾക്കറിയാം വെട്ടത്തുപോലെ എന്നൊരു ദമ്പതികൾ മായയും പ്രസാദുമാണ്. അപ്പം അവര് മധുരയ്ക്ക് പോയി അവിടെ വെച്ച് പിന്നെ നമ്മൾ കേട്ടിട്ടത് മൃതദേഹം ഒരു കലിങ്ങിന്റെ അടിയിൽ കത്തിക്കരിഞ്ഞ് കിടക്കുക. അതൊക്കെ പുതുപ്പള്ളിക്ക് എല്ലാവരും നമ്മളെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വന്നപ്പോഴത്തേന് ഓർമ്മ വന്നത്. അപ്പൊ അവര് കലിങ്ങിന്റെ അടിയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണുക. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ സമീപത്തെങ്ങാണ്ട് വെച്ചാണിത്. അപ്പൊ അതിന്റെ അത് അതൊരു ദുരൂഹത എന്ന് പറഞ്ഞാൽ അതില് ഇവര് അവിടെ പോയി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇന്നും ഉണ്ട്. അപ്പൊ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നീടൊന്നും വലിയ അന്വേഷണത്തിനൊന്നും ആരും പോകത്തില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലുള്ള ഒരു അന്വേഷണ കാര്യങ്ങളൊന്നും ഒരു സംസ്ഥാനത്തും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇവര് പോസ്റ്റ്മോർട്ടം അവിടെ നടത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ആ ന്യൂസിന്റെ ഇടയിലൊക്കെ കമന്റ് വരുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കേരളത്തിൽ നടത്തിയാൽ മതി എന്ന് പറയും. നമുക്ക് എവിടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ കറക്റ്റായിട്ടൊക്കെ അറിയാം. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊക്കെ ഭയങ്കര സ്വാധീനമുള്ളവരാണ്. അവരൊക്കെ പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ക്രൈമുകൾ നമ്മുടെ ഈ കേരളം വിട്ട് നടന്നതിന്റെ ഒന്നും തെളിവില്ലാതെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ നിന്നൊക്കെ വീണ് മലയാളികളൊക്കെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത് ഒക്കെ കണ്ട്. ഇതൊരു അബദ്ധത്തിൽ വീഴുന്ന ഒന്നുമല്ല. ട്രെയിനിൽ നിന്ന് വീഴുന്നതെല്ലാം തള്ളിയിടുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ആയിട്ട് അന്യ സംസ്ഥാനക്കാരും ഒക്കെ ആയിട്ട് വാക്കേറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ചെയ്യുന്ന പരിപാടിയാണ്. പിന്നീടൊന്നും നമ്മൾ അന്വേഷണത്തിനൊന്നും നമ്മളിപ്പോൾ ബാംഗ്ലൂര്, കർണാടക, അതുപോലെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പോയി ആന്ധ്രയിലും ഒന്നും പോയി നമുക്ക് കേസ് നടത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും ആൾക്കാരെല്ലാം അവരുടെ ആ വേദന കടിച്ചമർത്തി അവരെല്ലാം ഇങ്ങനെ പോരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്കറിയാം പുതുപ്പള്ളിയില് കുറച്ചു നാൾ മുമ്പ് 3 പേരെ കമ്പത്ത് പോയി ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ ഇവിടുന്ന് ബന്ധുക്കൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവര് മൃതദേഹം ഹോസ്പിറ്റലില് ചുമ്മാതെ ഒരു പരിഗണന പോലും മൃതദേഹങ്ങൾക്ക് ഇവർ കൊടുക്കാറില്ല. ചുമ്മാ വലിച്ചു വാരി അവിടെ ഇട്ടിരിക്കുന്നു. ഇവർ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞിട്ടാണ് അവര് പിന്നെ അതിനെപ്പറ്റി അന്വേഷണ കാര്യങ്ങളോ ഇത് അവര് 3 പേരും വിഷം കുടിച്ചാണ് ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതെന്താ സംഭവിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങളോ ഒന്നും ഇവരൊന്നും വേണ്ട രീതിയിൽ ആ ബന്ധുക്കൾക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടായി. കാരണം ഇവരെയൊക്കെ ഈ പോലീസിന്റെ ഒക്കെ മറ്റുള്ള സ്റ്റേറ്റിലേക്ക് നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് മൃതദേഹത്തിന് വേണ്ട ആദരവെല്ലാം വേണ്ട രീതിയിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റു സംസ്ഥാനത്തൊന്നും ഇതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതുമൂലം ഒരുപാട് ആൾക്കാർക്കൊക്കെ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അത് കാരണം മിക്ക ആൾക്കാരും പ്രതികരിക്കാതെ ഇങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലങ്ങളും അതുപോലെ ഈ ബോഡിയിലുണ്ടായ മുറിവും കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഈ ഒരു കാരണം വീണ് മരണപ്പെട്ടതാകും തന്നെയാണ് ഇപ്പം എല്ലാവരും 100% ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പം കുട്ടിയുടെ പിതാവിന്റെ വാക്കുകളാണ് നമ്മളിപ്പം കേട്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അല്ല അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ സൈഡിൽ നിന്ന്. ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടു. എൻ്റെ മോളെ 7-ാം തീയതിക്ക് മിസ്സിങ് ആയതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ബോഡി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ കടമയാണ്. ഇപ്പം അവർ നോക്കി കണ്ടുപിടിക്കട്ടെ. പിന്നെ അതുമാതിരി തന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ
വരുന്ന മുറയ്ക്ക് എന്നാലാണ് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ബോഡി താഴെ നിന്ന് കിട്ടി. എങ്ങനെ ബോഡി താഴെ വന്നു എന്നുള്ളത് ഫർദർ അന്വേഷണം ആവശ്യമാണ്. അവർ ചെയ്യുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമുക്കിങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്ത് ഇതുമാതിരി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എല്ലായിടത്തും കേരള ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് തലത്തിലും എല്ലായിടത്തും നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണ സപ്പോർട്ടുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ വളരെ നന്ദി പറയുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിലും എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അന്വേഷണങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് ഊർജിതമായി ആക്കി തന്നതെന്ന എല്ലാ മീഡിയക്കാർക്കും നിങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഇതിൻ്റെ ബാക്കിയുള്ള അന്വേഷണത്തിലും കൂടെ സഹകരണം വേണമെന്ന് പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിംഗ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴെ കിട്ടിയിട്ടുണ്ട്. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയറായി കിട്ടും. അല്ല, അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ സൈഡിൽ നിന്ന്. ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചുകൊണ്ടു. ആശങ്ക നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അത് പോലീസ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവർ തെളിയിച്ചു തരും. എങ്ങനെ വന്നു എന്നുള്ളത് തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് അന്വേഷണത്തിൽ നിലവിൽ തൃപ്തി തന്നെയാണ്. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് കിട്ടാൻ ഡിലേ ആയി. അതിപ്പോൾ പക്ഷേ ഒരുവിധം എല്ലാം ഫോഴ്സുകളും എല്ലാം ഒന്നിച്ച് ഏകോപിപ്പിച്ച്, കാരണം ആദ്യം നമുക്ക് സീരിയസ്നെസ് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തിനെക്കാട്ടും രണ്ടാമത്തെ ദിവസം കൂടുതൽ ഫോഴ്സ് ഇട്ടു. 3rd ഡേ അതിലും കൂടുതൽ ഫോഴ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അന്വേഷണത്തിൽ സംതൃപ്തിയുണ്ട്. ഓക്കെയാണ്. അങ്ങനെ നമുക്ക് ഇല്ലാതില്ല. അപ്പോൾ അതന്നെ പറഞ്ഞാൽ അതിപ്പോൾ അടുത്ത അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പം എന്തായാലും നമുക്ക് ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അതെങ്കിലും ഉണ്ട്. ഇനി ബാക്കി അന്വേഷണത്തിൻ്റെ മുറപോലെ നമുക്ക് കാണാം.